ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു റെഡിമെയ്ഡ് ടോപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്ലിറ്റഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ടോപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സിമ്പിളായിട്ടൊരു ഹാൻഡ് വർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ പ്ലെയിൻ കുർത്തി ഡിസൈനർ കുർത്തി ആക്കാമെന്നുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളൊരു നെക്കിലാണ് കേട്ടോ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിതുപോലെ ഫ്രെയിം വെച്ചിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇതുപോലുള്ള 4 ടൈപ്പ് ബീഡ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ഡ്രോപ്പ് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡ്രോപ്പ് ബീഡോ അല്ലെങ്കിൽ വീറ്റ് ബീഡ് എന്ന് പറയും കേട്ടോ ഇതിനെ. പിന്നെ നമുക്ക് ഇതുപോലുള്ള സീക്വൻസ് വേണം. ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, നമ്മൾ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. പിന്നെ നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുമ്പോൾ ഫ്രെയിം നമ്പർ 12 ആണ് കേട്ടോ. ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാറ്റേൺ വരച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാവേ. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ കറക്റ്റ് പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ റൗണ്ടഡ് പോർഷനിൽ നമ്മളിതുപോലെ നമ്മുടെ വീറ്റ് ബീഡും ഗോൾഡൻ ബീഡും സീക്വൻസൊക്കെ വെച്ചിട്ട് ഫ്ലവറാണ് ചെയ്യുന്നത്. പിന്നെ ഷുഗർ ബീഡ്സ് വെച്ച് സ്റ്റെമ്മ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡ്രോപ്പ് ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ലീഫും ചെയ്യുന്നത് കേട്ടോ. വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുമേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഞാനിവിടെ വരയ്ക്കാൻ ഉപയോഗിച്ച പെന്നെന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഹീറ്റ് എറേസിബിൾ പെന്നാണ് കേട്ടോ. ഞാൻ ബ്ലൂ കളർ വെച്ചാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് എറേസിബിൾ പെന്ന് വെച്ചിട്ട് നമുക്ക് വരച്ചിട്ട് ഈ സ്റ്റെയിൻ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ കുർത്തി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായി ഇതുപോലെ ഡിസൈനർ കുർത്തിയാക്കി മാറ്റാം കേട്ടോ. അപ്പോൾ നോർമൽ നീഡിലും ത്രെഡും ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ആരി നീഡിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വർക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.